എന്തായിരുന്നു ഇവിടെ സംഭവം പറയും? അതെനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. എനിക്കൊരു മര്യാദയുണ്ട്, മനസ്സിലായോ? ഇയാള് പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. പൊതു സ്ഥലത്ത് വെച്ച് കാണിക്കാൻ കൊള്ളാത്തതാണ്. പൊതു സ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? എന്ത് കഷ്ടം. എന്തിനങ്ങോട്ട്? അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാറിൽ എന്താണ് സംഭവം, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ദൃശ്യം ഞാൻ വെച്ചുതരാം. അപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഒരു യുവതി വന്നിരിക്കുകയാണ്. ഞങ്ങൾ തോന്നിയ പോലെ നടക്കും, തോന്നിയ പോലെ ഇഷ്ടമുള്ള വേഷം ധരിച്ച് എല്ലാം കാണിച്ചിട്ടാണെങ്കിലും ഞങ്ങൾ നടക്കുമെന്നും പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും പുള്ളിക്കാരി 2-3 ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനുള്ള മറുപടിയാണ് നമ്മളിന്ന് കൊടുക്കുന്നത്. ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ചിലർക്കൊന്നും ഇഷ്ടമാവത്തില്ല. കാര്യം എന്താ വെച്ചാൽ ഇന്ത്യ മഹാരാജ്യമാണ്, നമുക്ക് ഇഷ്ടപോലെ തോന്നിയതുപോലെ നടക്കാനുള്ള അവകാശമുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്, അതിന് നിയമം അനുവദിക്കുന്നുണ്ട്. ഇച്ചിരി നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ചെന്ന് പറയുന്നത് വലിയ തെറ്റൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ തോന്നിയ പോലെ നടക്കുന്നതിന് ചേച്ചിക്ക് എന്താ കുഴപ്പം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നടക്കും ചേച്ചി, എന്തിനാ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർ പറയുന്നത് എന്തുവാണ്, ഞങ്ങൾ തോന്നിയ പോലെ നടക്കും, അത് ഞങ്ങളുടെ ഇഷ്ടമാണെന്നാണ്. ഇങ്ങനെയാണ് പറയുന്നത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങൾ ന്യൂ ജനറേഷൻ പിള്ളേരാണ്, അതുകൊണ്ട് ഞങ്ങൾ എങ്ങനെ വേണേലും നടക്കും, ഞങ്ങളുടെ ഇഷ്ടമല്ലേ, ഞങ്ങൾ ഇഷ്ടപോലെ ഉള്ള പോലെ നടക്കും, അതുപോലെ തന്നെ എൻജോയ് ചെയ്ത് ജീവിക്കും ഞങ്ങൾ എന്നൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിനൊന്നും പറയാൻ ഉത്തരവില്ല. കാര്യം എന്താന്ന് വെച്ചാൽ എന്റെ നിലപാടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ഒന്നും നടക്കുന്നത് കാണുന്നത്, അത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്റെ ആ ഒരു നിലപാടിൽ ഒരു മാറ്റവും ഇല്ല. എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ നടക്കുക, പെൺകുട്ടികളെ വളരെ വൃത്തികെട്ട രീതിയിൽ വൾഗറായിട്ട് നടക്കാതെ അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രസ് ഇട്ട് നടക്കാനേ ഞാൻ പറയത്തുള്ളൂ. വീണ്ടും ഞാൻ പറയുവാണ്, ഇന്ത്യ രാജ്യത്ത് എങ്ങനെ വേണമെങ്കിലും നടക്കാൻ, എങ്ങനെ വേണമെങ്കിലും ഏത് ഡ്രസ് ഇട്ടും നടക്കാം, അത് അവരവരുടെ ചോയ്സ് ആണ്. അതിന് നമ്മുടെ രാജ്യം ഫുൾ സപ്പോർട്ടാണ്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത്തിരി നന്നായിട്ട് വസ്ത്രം ധരിച്ചിട്ടൊക്കെ നടക്കുക. എന്റെ നിലപാട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും തീർച്ചയായിട്ടും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ കമന്റ്സുകൾ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്തേക്കണം. എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ, ആ പെൺകുട്ടി എന്താ പറയാനുള്ളതെന്നൊന്ന് കേൾക്കാം. മോഡൽ ഡ്രസ്സ് ഇടുക എന്ന് പറയുമ്പോൾ അത് ആൾക്കാരുടെ കാഴ്ചപ്പാടിലാണ് വ്യത്യാസം. അവർ കുട്ടികൾ ആ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഒരു കുഴപ്പമുള്ളത്? അപ്പൊ കുട്ടികൾ അവർക്ക് കംഫർട്ടബിളും അവർക്ക് ആത്മവിശ്വാസവും തോന്നുന്ന അപ്പൊ ആ ചേച്ചി പറയുന്നത് മോഡേൺ ഡ്രസ്സ് ധരിക്കുന്നത് ആ പെൺകുട്ടികളുടെ ഇഷ്ടമാണ്, പക്ഷെ ആണുങ്ങളുടെ കാഴ്ച, ആണുങ്ങളെ നോക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണെന്നാണ് പറയുന്നത്. അതായത് ഞാൻ പറയുന്നത് ഈ കുറച്ചൊക്കെ മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സ്ലീവ്ലെസ് ധരിച്ചതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ വൾഗറായിട്ട്, ഭയങ്കരമായിട്ട് വൾഗറായിട്ടുള്ള രീതിയിൽ അവിടെ ഇവിടെയൊക്കെ കാണിച്ചുകൊണ്ട് ഡ്രസ്സ് ധരിക്കല്ലേ എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. കുറെ പെൺകുട്ടികൾ വളരെ വൃത്തികെട്ട രീതിയിൽ ഡ്രസ്സ് യൂസ് ചെയ്യാറാണ്. ഡ്രസ്സ് എന്ന് പോലും അതിനെ പറയാൻ പറ്റത്തില്ലെന്ന് വേണം പറയാൻ. നിങ്ങളൊന്നും വേണ്ട, ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതിയല്ലോ, എന്തോരമാണ് ഇതിനകത്ത് ഓരോന്നൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും കാണുന്നത്. അതിനെയല്ലേ നമ്മൾ എതിർക്കുന്നത്. സാറ് പറഞ്ഞു എന്താ ഡ്രസ്സ്, അതായത് സ്ത്രീകൾ അണിയുന്ന ഡ്രസ്സിലെ വെച്ചിട്ട് വശീകരിക്കുന്നു, ആണുങ്ങളെ വശീകരിക്കുന്നു എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഈ സ്ത്രീകള് ചുരിദാറും ഈ പറഞ്ഞ പർദ്ദ, സാരി അതുപോലെ ഫുള്ള് മറച്ച് നടക്കുകയാണെങ്കിൽ ഇവിടെ ഈ പീഡനങ്ങൾ പോലെയുള്ള അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതുപോലെയുള്ള അട്രാക്ഷൻ അല്ലെങ്കിൽ അത്രയും നല്ല ആണുങ്ങൾ മാത്രം ഉണ്ടാവും ഇവർക്ക് ഉറപ്പ് പറയാൻ പറ്റും. ഓക്കെ, ഇതിനുള്ള മറുപടി എന്ന് പറയുന്ന ബൈക്കിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഹെൽമെറ്റ് വെക്കാൻ പറയുമല്ലോ. ഹെൽമെറ്റ് വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ തന്നെ ഒന്ന് പറയാം. ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കൂടുതലും തലയ്ക്ക് ഇഞ്ചുറി പറ്റി ഡെത്ത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽമെറ്റ് ധരിക്കാൻ പറയുന്നത്. ഒന്ന് ആലോചിക്കോ, ഈ ഹെൽമെറ്റ് വെക്കാതെ യാത്ര ചെയ്ത് അപകടമുണ്ടായ 90% ആൾക്കാരും മരിക്കും. ഹെൽമെറ്റ് വെച്ചിട്ടാണ് ട്രാവൽ ചെയ്ത് എന്തെങ്കിലും അപകടം പറ്റുന്നതെങ്കിൽ ഈ 100 പേരിൽ 5 പേര് വല്ലതുമേ മരണപ്പെടുകയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പീഡനവോ അല്ലെങ്കിൽ നമ്മൾ ഇനി വളർന്നു വരുന്ന ജനറേഷൻ ഉണ്ടല്ലോ, അവരൊന്നും ഇത് കണ്ട് പഠിക്കത്തില്ല. നല്ല രീതിക്ക് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ പീഡനങ്ങൾ കുറയും എന്നുള്ളത് വളരെ ശരി തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുവാണെങ്കിൽ 100 പീഡനം നടക്കുന്ന സ്ഥലത്ത് 5-6 പീഡനങ്ങൾ നടക്കും. നേരെ മറിച്ച് തോന്നിയ രീതിയിൽ ഡ്രസ്സ് ധരിച്ച് വൾഗറായിട്ട് ഡ്രസ്സ് ധരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 90 പേര് പീഡനത്തിന് ഇരയാവും. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ ഈ വാക്കുകൾ ശരിയെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം, അതുപോലെ തന്നെ കമന്റും ചെയ്യണം. സാർ ഒരു ചോദ്യം കൂടി. അപ്പൊ പിന്നെ ഈ സ്ത്രീകൾ ഏറ്റവും മോഡേൺ ഡ്രസ് ഇട്ട് നടക്കുമ്പോ ആണുങ്ങളെ മാത്രമാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആണുങ്ങളാണെന്ന് പറഞ്ഞു. പക്ഷെ അതിനോട് യോജിക്കാൻ സാറോട് ആരെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ അത്
മൈൻഡ് ചെയ്യാറില്ല. എന്റെ ഇത് വെച്ചിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വെച്ചിട്ടും ഇപ്പോഴത്തെ ജനറേഷൻ ആയിക്കോട്ടെ, ഇവിടെ ഇരിക്കുന്ന ഏത് പ്രായമായാലും പറയും ഒരു പെൺകുട്ടി. ഇപ്പൊ ആ മേഡത്തിനെ പറഞ്ഞു, ആ ഡ്രസ്സ് എല്ലാവരും ശ്രദ്ധിച്ചു, ഏത് പ്രായക്കാരും ശ്രദ്ധിച്ചു, ആണുങ്ങൾ ശ്രദ്ധിച്ചു, പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചു. അതുപോലെ ഇതിനും കാട്ടി മോഡേൺ ആയിട്ടായാലും ഈ പറഞ്ഞ സാരി ആയാലും പർദ്ദയായാലും എത്ര വേടായിട്ടുള്ള ഡ്രസ്സാണ് ഈ പോലും അത് പെൺകുട്ടികളായിരിക്കും ഫസ്റ്റ് ശ്രദ്ധിക്കാം. കാരണം നമ്മളാണ് അത് ജഡ്ജ് ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടപ്പെടുന്നത്. ആണുങ്ങൾ ശ്രദ്ധിക്കുന്നതിനെക്കാട്ടി അത് ആദ്യം അന്വേഷിക്കണം, അത് ആണുങ്ങൾ മാത്രമാണോ അത് ജഡ്ജ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് മുന്നുള്ള മറുപടി ഞാൻ തരാം. ഒരു കോളേജിലേക്ക് 10 പെൺകുട്ടികൾ പോയി എന്ന് വിചാരിക്കുക. അതിൽ 8 പെൺകുട്ടികൾ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഡ്രസ്സ് ധരിക്കുന്നു. അതിൽ 2 പെൺകുട്ടികൾ വളരെ വൃത്തികെട്ട രീതിയിൽ അവിടെ ഇവിടെയൊക്കെ കാണിച്ചിട്ടുള്ള വൾഗറായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്നു എന്ന് വിചാരിക്കും. അങ്ങനെ പോകുന്ന സമയത്ത് ഈ 2 പെൺകുട്ടികളെ എല്ലാ ആൺപിള്ളേരും ആ കോളേജിലുള്ള എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടാവും. ഈ ബാക്കി 8 പെൺകുട്ടികളെ വലിയ ആൾക്കാരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഈ 8 പെൺകുട്ടികളും ചിന്തിക്കുന്നത് എന്തായിരിക്കും, നാളെ തൊട്ട് ഞങ്ങളും ഇതുപോലെയൊക്കെ നടക്കാം, അപ്പൊ നമ്മളെ ആൾക്കാരൊക്കെ മൈൻഡ് ചെയ്യുമല്ലോ. അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഹോട്ടായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിക്കുവാണെങ്കിൽ പെൺകുട്ടികളും നോക്കിയിട്ട് അതുപോലെ ഒന്ന് ധരിക്കാനായിട്ട് ശ്രമിക്കാതിരിക്കുവോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹം നശിക്കാതിരിക്കൂ പെൺകുട്ടികളെ. ഒരാൾ ഇട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ പുറകെ കുറെ പേരിട്ടുകൊണ്ടിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, പണ്ടത്തെ സിനിമകളിലൊക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പഴയതല്ല, ഇടക്കാലത്തെ നമ്മുടെ ഒരു സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഒരുമാതിരി വൾഗറായിട്ടുള്ള ഡ്രസ്സ് ധരിക്കുന്ന ആക്ട്രസ് ഒക്കെ വളരെ കുറവായിരുന്നു. ഇപ്പൊ അങ്ങനെയാണോ? ഒരാളെ കണ്ടിട്ട് എല്ലാ നടിമാരും ഇങ്ങനത്തെ ഉള്ള വൃത്തികെട്ട രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടല്ലേ നടക്കുന്നത് ആ ഒരു സിനിമയിലൊക്കെ. അതുപോലെ തന്നെ കോളേജ് സ്റ്റുഡൻസ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ വൾഗറായിട്ടുള്ള ഡ്രസ്സ് ഇട്ട് ലൈക്കുകളും കമന്റുകളും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ഫോളോവേഴ്സ് കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ചെയ്യും. അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഫോളോവേഴ്സും കമന്റ്സും ലൈക്കും ഒക്കെ കൂടുമ്പോൾ വേറെ കൂട്ടുകാരി അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി വിചാരിക്കും, ഓ അവൾക്ക് അത്രയും ലൈക്കും കാര്യങ്ങളും ഒക്കെ കിട്ടി, അവൾ അതുപോലത്തെ പിക്ക് ഇട്ടത് കൊണ്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് അവളും ഇതുപോലെ ചെയ്യത്തില്ലെന്ന് എന്തുറപ്പ്. അപ്പം ഞാൻ വേറൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടുള്ള ഒരു പെണ്ണ്, പേര് ഞാൻ പറയുന്നില്ല, വക്കീലാണ്. ആ ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് പഠിച്ചു വക്കീലായ ഒരു സ്ത്രീയാണ്. പക്ഷെ ഇപ്പൊ ആ പെണ്ണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ പരിപാടിയാണ്. സബ്സ്ക്രിപ്ഷൻ പരിപാടി എന്ന് പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ കാശ് കൊടുത്ത് പിന്നെ ആ ഒരു വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് കണ്ടന്റ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ തുറന്ന് കാണിച്ചിട്ടുള്ള ഒരു വീഡിയോസ്, അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് കാശ് കൊടുക്കും. അതിലൂടെ മാസം ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാവും. ഒന്ന് ആലോചിക്കുക, വലിയ ബുദ്ധിമുട്ടില്ല, ഒരു മാസം വക്കീൽ പണിക്ക് പോകണ്ട, ഒരു മാസം നല്ല രീതിയിൽ ശമ്പളവും കിട്ടും. കുറഞ്ഞത് ഒരു 5-6 ലക്ഷം രൂപയെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് ഒരുപാട് പേര്, ഒരാളാണോ 2 ആളാണോ എത്രയോ പേരാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിരിക്കുന്നത്. എന്തിനാണ് നാണവും മാനവും വിറ്റ് നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോ വേറൊരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഭാര്യയും ഭർത്താവും കൂടെ കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പൊ ഈ ഭർത്താവിന് തലവേദന എന്തോ വന്നിട്ട് കാറ് റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്യുകയാണ്. അപ്പം അവിടെ ഉണ്ടായ ഒരു സംഭവം, ഭാര്യയുണ്ട് കൂടെ, ആ ഒരു സംഭവം നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഈ ഒരു വീഡിയോ ജസ്റ്റ് നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് വാ. ഹായ് വിമൽ, എന്താ ഉണ്ടായത്? ഞാൻ ആക്ച്വലി 2025 ഏറ്റവും കൂടുതൽ ഈ സദാചാരം എന്നുള്ള വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതും റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് വന്നതും എല്ലാം എൻ്റെ പേരിലാണ്. അപ്പം എനിക്കെതിരെ ഒരു സദാചാര പോലീസിൻ്റെ ഒരു അനുഭവം ഉണ്ടായ സമയത്ത് ഞാനത് ആൾക്കാരിൽ തുറന്ന് കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാനും എൻ്റെ വൈഫും കാറിൽ പോകുന്ന വഴിക്ക് എനിക്ക് ദേഹാസ്വസ്ഥ ഉണ്ടാവുകയും ഞാൻ വണ്ടി ഒതുക്കി നിർത്തി കുറച്ച് റെസ്റ്റ് എടുത്തു. അപ്പോൾ അവരുടെ ഒരാളുടെ വീടിൻ്റെ വഴിയിലാണെന്നാണ് അവർ വാദിക്കുന്നത്. പക്ഷേ വഴിയിലല്ല, കുറച്ച് മുന്നേക്ക് മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ റെസ്റ്റ് എടുത്തത്. അപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലം എവിടെയാ? തൃക്കണ്ണമംഗൽ SKV സ്കൂളിന്റെ അവിടെ നിന്ന് ETCയിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു. അതെ, പ്രേക്ഷകരെ കാണിച്ചു കൊടുത്താലോ? എടുക്കുക, എടുക്കുന്നതിന്റെ തരിപ്പും കൂടെ ഈ കാണിക്കുന്നത്. എടുക്കുന്നതിന്റെ ഞാൻ എന്താ കണ്ടെന്ന് പറ. മാത്രമേ ഞാൻ ആ സീറ്റിൽ കണ്ടു. ശരി, കണ്ടില്ല. ശരി, ഞാനും എന്റെ ഭാര്യയും കൂടെ ഇവിടെ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി, ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഒതുക്കി ഇവിടെ കൊണ്ട് നിട്ടിരുന്ന ഞാൻ എന്റെ ഭാര്യയുടെ അടുത്തോട്ട് ഞാൻ തലവെച്ച് ഇങ്ങനെ കിടന്നപ്പോൾ ഈ വീട്ടിലുള്ളൊരു പെങ്കൊച്ച് അത് കണ്ടിട്ട് പറയാം, ഞങ്ങൾ ഇവിടെ വേറെന്തോ കാർ ഒതുക്കിയിട്ട് വേറെന്തോ പരിപാടിയായിരുന്നു, ഇവള് ഭാര്യയും ഭർത്താവാണെന്നുള്ള അറിഞ്ഞിട്ടില്ല. ആരോ ആയിക്കോട്ടെ, മറ്റൊരാളുടെ സ്വകാര്യതയിൽ കയറി എത്തി നോക്കിയിട്ട് പറയുക, നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, ഏതോ ഒരു പുള്ളിക്കാരനൊക്കെ ഇപ്പോൾ വിളിച്ചു കൂട്ടിയിട്ട് പറയുക ഇതേപോലെ ഞങ്ങൾ ഈ കാറിനകത്ത് വേറെ പരിപാടിയായിരുന്നു. അത് പറയാൻ പുള്ളിക്കാരിക്ക് നാണമുണ്ട്, മാനമുണ്ട്. ബാക്കി ആർക്കും നാണോ മാനമൊന്നും ഇല്ലേ? പറയും ഞങ്ങൾ എന്ത് ചെയ്യുന്നുള്ളത് നിങ്ങൾ പറയും. അവള് കണ്ട കാര്യം പറഞ്ഞു, എന്ത് ചെയ്യുന്നുള്ളത് പറയൂ നിങ്ങള്. ഇല്ല, സൗകര്യം ഇല്ല. എനിക്ക് എന്റെ അവകാശം, മര്യാദ ഒന്നുമല്ല, എന്റെ അവകാശം. എന്താ പറ? വീടിന്റെ വഴിയിൽ എന്തിനു വന്ന് കിടക്കുന്നുണ്ടോ? ഇയാളുടെ വീടിന്റെ വഴിയാണോ ഇത്? ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് BP ലോ ആയിട്ട് വന്ന് കിടക്കുന്നു. ഇവിടെ വന്ന് കിടന്നപ്പോ ഇവര് വന്നിട്ട് നമ്മുടെ പറയാ വീടിന്റെ വാതൊക്കെ കിടന്നുകൊണ്ട് ഇവരെന്താ കാണിക്കുന്നതെന്ന് ചോദിക്കുക. എന്താ
ഇത് എന്റെ റൈറ്റാ. എന്താ കാര്യം? അതെന്താ സംഭവം എന്നുള്ള എടുക്ക എവിടെ വരെ പോകുന്നുള്ളത് നോക്കാം. പേഴ്സണലായിട്ടൊരു കാര്യം സംസാരിക്കുമ്പോ അത് എല്ലാരെയും കൂടെ അറിയിക്കേണ്ട കാര്യം. പേഴ്സണലായിട്ട് കാര്യമല്ല. ഇയാളടുത്ത് പേഴ്സണൽ സംസാരിക്കാൻ എനിക്കൊന്നുമില്ല. പേഴ്സണലോ? എന്ത് പേഴ്സണൽ? ഞാൻ ഇയാൾ തമ്മിൽ എന്ത് പേഴ്സണലാ ഉള്ളത്? ഞങ്ങള് പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഈ കാറിനകത്താ. അത് വന്ന് ഒളിഞ്ഞു നോക്കിയത് ഇയാളാ. വന്ന വഴി കണ്ടെങ്കിൽ ഇയാൾക്ക് എന്താ ഒന്ന് ആലോചിക്കുക. ബാക്കി ഞാൻ വെച്ചുതരാം കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറയുന്നത് എന്തെങ്കിലും കള്ളത്തരം ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ഇവർ റോഡ് സൈഡിലൊന്നും പാർക്ക് ചെയ്യത്തില്ലായിരുന്നു. കള്ളന്മാരെന്നും ഒരു കാട് കയറുന്ന ഒരു ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കാണാതെ, ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നട റോഡിലൊന്നും ഇതുപോലെ കൊണ്ടുപോയി പാർക്ക് ചെയ്യത്തില്ല. ആരും കാണാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യത്തുള്ളൂ. എന്തെങ്കിലും കള്ളത്തരം ഉണ്ടായിരുന്നെങ്കിൽ റോഡ് സൈഡിൽ ഒരു ഭാര്യയും ഭർത്താവും നിന്ന് കഴിഞ്ഞാൽ അത് ശരിക്കുള്ള ഭാര്യയും ഭർത്താവും തന്നെയായിരിക്കും. ഇയാൾ എന്താ കണ്ടെന്ന് പറ. മാത്രമേ ഞാൻ ആ സീറ്റിൽ കണ്ടു. ശരി, കണ്ടില്ല. ശരി, കണ്ടു. എനിക്ക് എന്നെ കണ്ടില്ല, ഈ സീറ്റിൽ ചേച്ചിയെ കണ്ടു. എന്തായിരുന്നു ഇവിടെ സംഭവം? പറയും. അതെനിക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. എനിക്കൊരു മര്യാദയുണ്ട്. മനസ്സിലായോ? ഇയാള് പറയുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. പൊതു സ്ഥലത്ത് വെച്ച് കാണിക്കാൻ കൊള്ളാത്തതാണ്. പൊതുസ്ഥലത്ത് വെച്ചിട്ട് കാണിക്കാൻ കൊള്ളാത്തതോ? എന്ത് കഷ്ടം. എന്തിനങ്ങോട്ട് മാറണം? നിങ്ങൾ രണ്ടുപേരുടെ അങ്ങോട്ട് നോക്കി തുറച്ചു നോക്കുന്നു. ഇത് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. നിങ്ങൾ എപ്പോ അത് തന്നെ. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും പേടിച്ച് വണ്ടി മാറ്റിയിടണം? നിങ്ങൾ പറയാത്ത ഒരു പോയിന്റും ഇല്ല. നിങ്ങൾ അല്ലെങ്കിൽ തെളിച്ച് പറയണം എന്ത് മോശമായ പ്രവൃത്തി ഇതിൽ കണ്ടു. എടുക്കുക. എടുക്കുന്നതിന്റെ തരിപ്പ് തന്നെയാ. ഇപ്പൊ വേണമെങ്കിൽ സമയം വരെ നോക്കിക്കോ. ഓപ്പിറ്റിക്കല സമയം എന്തായാലും വേറെ എഴുതാൻ പറ്റത്തില്ലല്ലോ. ഇവരിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടാൻ എടുക്കാൻ ഒരു കാര്യമില്ല. കണ്ടേ, പകുതി റോഡിലാണ് കിടക്കുന്നത്. ബാക്കി റോഡ് സൈഡിലും അവരുടെ വീട്ടിലോട്ട് ചേർത്തോ അല്ലെങ്കിൽ വഴിയിലോട്ട് കയറ്റിയോ ഒന്നും അല്ല ഇട്ടേക്കുന്നത്. റെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ വഴി തന്നെ റെസ്റ്റ് എടുക്കണം. തലവേദന എടുത്തോണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. വന്ന് ചോദിച്ചില്ല എന്റെ വണ്ടി ഇവിടെ ഇടുന്നത്, മാരിയോട് ചോദിക്കാം, കാര്യം ഞങ്ങൾ പറഞ്ഞേനെ. അതായത് അവർ ചോദിച്ചിട്ടില്ല. അവരെല്ലാം റൂഡായിട്ട് തന്നെ സംസാരിച്ചത്. ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. കേട്ടല്ലോ. അപ്പൊ ഭാര്യയാണെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഭാര്യ ഭർത്താവൂടാണ്. അത് കുറച്ച് മുന്നേ തന്നെ പുള്ളിക്കാരി അവിടെ നോക്കി. ഈ കുട്ടി നമ്മുടെ അവരുടെ വീടിന്റെ ഫ്രണ്ട് നിന്നിട്ട് ഞങ്ങളെ കുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ആള് ജോലി കഴിഞ്ഞ് നമ്മുടെ കാറിന്റെ സൈഡിൽ സംശയിച്ചായിരിക്കും നിങ്ങളെ ചിലപ്പോൾ. ഞാൻ എന്റെ ഭാര്യയുടെ മടിയിൽ തലവെച്ച് കിടന്നു എന്നുള്ള സത്യമാണ്. അപ്പോൾ വണ്ടിയുടെ സൈഡിലൂടെ ഇദ്ദേഹം നടന്നിങ്ങനെ വന്ന് വീട്ടിലോട്ട് കയറിയ വഴിക്ക് കാറിനകത്തേക്ക് നോക്കി. ഞാൻ മടിയിൽ തലവെച്ച് കിടക്കുന്നു. അപ്പോ അത് കണ്ടിട്ട് തെറ്റിദ്ധരിച്ചിട്ട് ഒന്ന് ചോദിച്ചതാണ്. ആളാണ് ആദ്യം കൊടുത്തത്. ഞാൻ വീഡിയോ എടുത്ത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചു. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം കോണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോ അത് വെച്ചിട്ട് ഞാനൊരു കണ്ടോ ഇത്? ഇപ്പൊ ഒരു 12 മില്യൺ. ഓ, 12 മില്യണോ? അതെ അതെ. 1,20,00,000 ആൾക്കാർ കണ്ട വീഡിയോ ആണോ നമ്മളിപ്പോ കണ്ടത്? അതെ അതെ അതെ. അപ്പൊ അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, അതേപോലെ ഞാനൊരു സോറി പറയണം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ അതിന്റെ പേര് കേസെടുത്ത് കാണുമല്ലോ ഈ കുട്ടികളെ കുറിച്ച് ഇങ്ങനെ പ്രചരിപ്പിച്ചതിന്. ഒരാളെ വിളിച്ചു വരുത്തിയിരുന്നു. ആ വിളിച്ചു വരുത്തിയ ആളാണ് ആക്ച്വലി ചോദിക്കാതെ എന്റെ വീഡിയോ എടുത്തത്. അതിനുശേഷമാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത്. ഫോൺ വെച്ചിട്ട് വീഡിയോ എടുത്തു. അപ്പൊ നമ്മൾ അതിനെതിരെ ഒരു വീഡിയോ എടുത്തു. അവർ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലും മാപ്പ് പറഞ്ഞു അവര്? ഇല്ലില്ല, അവർക്ക് ബോധ്യപ്പെട്ടോ? കേസ് കിടക്കുന്നു, നിലവിലുണ്ടോ കേസ്? അല്ല, അവർ കോടതി ത്രൂ മൂവ് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, കേസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നാട്ടുകാരുടെ ഒരു പിന്തുണ എങ്ങനെയായിരുന്നു? നാട്ടുകാരെ പൗരാവലി എന്ത് പറഞ്ഞു? അയ്യോ, എല്ലാം നേരെ തിരിച്ചായിരുന്നു. ഇപ്പൊ നമ്മളത് വീഡിയോ പോസ്റ്റ് ചെയ്തു, അതിനുശേഷം കാര്യങ്ങളെല്ലാം തിരികെ ചെയ്ത്. ഞാൻ റീച്ചിന് വേണ്ടിയാണ് പോസ്റ്റ് ചെയ്തപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ചെയ്യേണ്ടായിരുന്നു, ജനങ്ങൾക്ക് വിശ്വാസ്യത കിട്ടാൻ വേണ്ടി. അവിടുത്തെ ലോക്കൽ ചാനൽസ് എല്ലാം പിന്നെ ഇതിനകത്ത് ഇടപെട്ട് കാര്യങ്ങൾ തിരിക്കുകയാണ് ഉണ്ടായത്. ഞാൻ മനഃപൂർവ്വം അവിടെ പോയി റീച്ചിന് വേണ്ടി പോയി നിൽക്കുകയാണ്. നമുക്ക് ആന്റണി സാറിനോടൊന്ന് ചോദിക്കാം. ആന്റണി സാറേ, ഇതിപ്പോ ഒരു പ്രശ്നമായിരിക്കുക. ഇതിനകത്ത് പോലീസിന് ചെയ്യാനുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാല് ആ പെൺകുട്ടിയുടെ സംസാരം മറ്റേ ഇദ്ദേഹത്തിന്റെ കൂടെ ഉള്ളതല്ല, പുറത്തുനിന്ന് വീട്ടിലെ കുട്ടിയാ. പെൺകുട്ടി എടുത്ത സ്റ്റാൻഡിൽ നിന്ന് പുറകോട്ട് പോകാതെയുള്ള ഒരു സംഭാഷണമാണ് അതിനകത്ത് കാണുന്നത്. ഇതിനകത്തെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ അവർ ശ്രമിക്കുന്നില്ല. ശരിക്കും അവര് ധരിച്ചു അവരെന്തോ അപകടമാണെന്ന് ധരിച്ചു. അവർ ധരിച്ചിരിക്കുന്ന മറ്റൊരു രീതിയിലാണ്. അതായത് തെറ്റായ രീതിയിലുള്ള ഒരു എന്നുള്ള രീതിയിലാണ് അവർ കരുതുന്നത്. പക്ഷേ ഇവർക്കും വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ പറയാം ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളതും ആ പരിസരത്ത് ഇങ്ങനെയുള്ള ആൾക്കാരാണെന്നും പറയാം. പക്ഷെ അതും നമ്മളിപ്പോ ആ വീഡിയോയിൽ അത് കാണുന്നില്ല. അങ്ങനെ ഒരു സംഭാഷണത്തിലേക്ക് കടക്കുന്നില്ല. മാത്രമല്ല ഇദ്ദേഹം ഒരു അഗ്രസീവ് മൂഡിലായിരുന്നു, ഒരു വീഡിയോ ചിത്രീകരിക്കുന്നതിന്റെ മൂഡ് തന്നെയായിരുന്നു. അതെന്ത് പറ്റി? എന്റെ വൈഫാണ് ആദ്യം സംസാരിച്ചത്. അപ്പോ ഇദ്ദേഹം പറയുന്നത് കാണാൻ പാടില്ലാത്തൊരു കാര്യം കണ്ടു. അപ്പൊ അതെന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചോദിച്ചതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ അഗ്രസീവ് ആയത്, അല്ലാതെ വേറൊന്നും. ശരിക്കും ഞാനൊരു കാര്യം പറയാം. ഇതുപോലെ ആരെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ആരെങ്കിലും കാണുവാണെങ്കിൽ ആദ്യം തന്നെ അവരെ കയറി ഇടിക്കാനൊന്നും പോകരുത്. കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. വെറുതെ ആൾക്കാരെ കൂട്ടി വിഷയം ഉണ്ടാക്കാതെ ആദ്യം എന്താണ് അവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് തിരക്കുക. അത് എന്നിട്ട് ശരിക്കും നിങ്ങൾക്ക് ജെന്യുവിൻ ആണോ അല്ലയോ എന്ന് നോക്കിയിട്ട് അത് ജെന്യുവിൻ അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാം. അല്ലാതെ നിങ്ങളല്ല കൈകാര്യം ചെയ്യേണ്ടത്. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.